ഹലോ ഹായ് വെൽക്കം ബാക്ക്. അങ്ങനെ റയൻ സിനിമ കണ്ടു. സിനിമ സംവിധാനം പിന്നെ എഴുതിയിരിക്കുന്നത് ധനുഷാണ്. ഇത് പിന്നെ ഇതൊരു ധനുഷിൻ്റെ 50ാമത്തെ സിനിമ കൂടിയാണ്. പിന്നെ സിനിമയിൽ ധനുഷ് തന്നെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. മറ്റ് കഥാപാത്രങ്ങളായിട്ട് കാളിദാസ് ജയറാമുണ്ട്, അപർണ ബാലമുരളിയുണ്ട്, സന്ദീപ് കിഷാണ്, പിന്നെ സെൽവരാഘവൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് താരനിരകൾ. പിന്നെ എസ് ജെ സൂര്യ കൂടിയുണ്ട്. എസ് ജെ സൂര്യാണ് നെഗറ്റീവ് റോളിലെത്തുന്നത്. ഒരുപാട് പേരുണ്ട് കാസ്റ്റിങ്ങിൽ. പിന്നെ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നന്നായിട്ടുണ്ട്. ഒരു ഗംഭീര സിനിമ ആയിട്ടൊന്നും തോന്നിയിട്ട്, എന്നാലും സിനിമ നന്നായിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചാണ്. അതായത് ഒരു വലിയൊരു സ്റ്റഫായിട്ടൊന്നും തോന്നിയിട്ട്, എന്നാലും നന്നായിട്ടുണ്ട്. അതായത് ഈ സർട്ടിഫിക്കറ്റ് എന്തിനു കൊടുത്തിനെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല. എന്നാലും അത്ര വലിയൊരു ഗംഭീര ആക്ഷൻ ഒന്നുമില്ല. ഒരു ഓക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സിനിമയിൽ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ധനുഷിൻ്റെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ആ ക്യാരക്ടർ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ഡയറക്ഷൻ കൂടി നന്നായിട്ടുണ്ട്. അതായത് ഒരു ഫ്രെയിമിംഗ് ഒക്കെ നന്നായിട്ട്, ചില ഫ്രെയിംസ് ഒക്കെ നന്നായിട്ടുണ്ട്. ചില സ്ഥലത്തൊക്കെ അവിടെയൊക്കെ ഒരു വാവ് ഫാക്ടറായിട്ട് ഒരുപാട് സീൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടുണ്ട് തിയേറ്ററിൽ കാണുമ്പോഴേക്കും. അടുത്ത പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയണമെങ്കിൽ കാളിദാസ് ജയറാം ആയാലും സന്ദീപ് കിഷാനൊക്കെ ആയാലും കുറച്ച് ക്യാരക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അപർണ ബാലമുരളിൻ്റെ ആ ക്യാരക്ടർ നന്നായിട്ടുണ്ട്. പുള്ളിക്കാരൻ നന്നായി ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടറിന്. എസ് ജെ സൂര്യൻ്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ. ഒരു ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ പറയാൻ മറന്നു പോയത് AR റഹ്മാന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് ഒരു രക്ഷയില്ലാന്ന് വെച്ച ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ആയിരുന്നു. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒരു ഡിഫറെന്റ് ആയിട്ട്, ഒരു പുതുതായിട്ട് കേൾക്കുന്ന പോലെ ഒരു തോന്നി വന്നാനി. പിന്നെ സിനിമയിൽ ആക്ഷൻ സീക്വൻസ് ഒക്കെ നന്നായിട്ടുണ്ടാനി. ഒരുപാട് എൻട്രി സീൻസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഫസ്റ്റ് ഹാഫിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു സ്ലോ പേസിൽ ഇങ്ങനെ പോയിട്ട് ഒരു ഇന്റർവെലിന് തൊട്ടുമുണ്ടാണ് ഒരു ആക്ഷൻ സീക്വൻസിൽ സിനിമ ഒരു ഹൈപ്പ് പോലെ തോന്നിയിട്ടുണ്ടായി. പിന്നെ ഇന്റർവെലിന് ശേഷം അതേപോലെ ഒരു സ്ലോ പേസിൽ പോകുന്നു. എന്നിട്ട് ഒരു ക്ലൈമാക്സ് ഒക്കെ ഒരു നല്ല ഒരു ഹൈപ്പ് കൂടിയ പോലെ തോന്നിയിട്ടുണ്ടായി. ക്ലൈമാക്സ് ആയാലും എല്ലാം ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് ഒരു മാസ് പോലെ തോന്നിയിട്ടുണ്ടായി. അതായത് ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ഉണ്ട്, എന്നാലും അതൊരു ഭയങ്കര ഒരു ഡാർക്ക് സീനിൽ ചെയ്ത പോലെ ഉണ്ട്. ഒരു CC ആയാലും ഒരു CC ഭയങ്കര ഡാർക്ക് ആയിട്ടുണ്ടായിരുന്നു. അതായത് കളർ ഗ്രേഡിങ് പോലെ അത് ഭയങ്കര ഒരു ഡാർക്കായിട്ട് തോന്നിയുണ്ടായി. ഒരു ഇരുട്ടത്ത് കണ്ട പോലെ തോന്നിയുണ്ടായി. പിന്നെ സിനിമയിൽ അടുത്തൊരു ക്യാരക്ടർ ഉണ്ട്, അതായത് പ്രകാശ് രാജ് കൂടി ഉണ്ട് സിനിമയിൽ. ഒരു പോലീസ് ഓഫീസറായിട്ടാണ് പുള്ളി വരുന്നത്. ക്യാരക്ടർ ആയാലും പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവറോൾ പറയണമെങ്കിൽ ഒരു കണ്ടിരിക്കാനുള്ള ഒരു സിനിമ കാണാത്തവരെണ്ണം പോയിട്ട് കണ്ടോളി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി. അപ്പോൾ ബൈ.